മേഖലയിലെ സംഘർഷ സാഹചര്യത്തെ തുടർന്ന് ഖത്തറടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിരോധത്തിന് കരുത്തായി ബ്രിട്ടന്റെ സായുധ സേനയും സജീവമായി രംഗത്തുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ വിപുലമായ സന്നാഹങ്ങളാണ് UK പ്രതിരോധ മന്ത്രാലയം വിന്യസിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ യൂറോഫൈറ്റർ ടൈഫൂൺ F-35 ഫൈറ്റർ ജെറ്റുകൾ മേഖലയിലെ പ്രതിരോധ ദൗത്യങ്ങൾ തുടരുകയാണ്. ഖത്തർ, ജോർദാൻ, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങളുടെ ആകാശപരിധിയിലാണ് ഇവ പ്രതിരോധം തീർക്കുന്നത്. ഇപ്പോൾ ഖത്തറിലേക്കുള്ള യുദ്ധവിമാനങ്ങളുടെ വിന്യാസം UK നീട്ടി നൽകുകയും ചെയ്തു. മിസൈലുകളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നതിൽ ഈ യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ബ്രിട്ടന്റെ ഗൾഫ് മേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് ഖത്തർ. മാർച്ച് ആദ്യവാരം തന്നെ പ്രതിരോധത്തിനായി 4 ടൈഫൂൺ ജെറ്റുകൾ കൂടി ഖത്തറിലേക്ക് അയച്ചിരുന്നു. UK ഖത്തർ സംയുക്ത ടൈഫൂൺ സ്ക്വാഡ്രനുമായി ചേർന്നാണ് ഈ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്നത്. മേഖലയിലെ ആകാശ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പ്രതിരോധ ദൗത്യങ്ങളാണ് ഇവ പ്രധാനമായും നിർവഹിക്കുക. ഡ്രോണുകളെയും മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതിൽ യുദ്ധവിമാനങ്ങൾക്ക് നിർണായക പങ്കുണ്ട്. പല ആക്രമണങ്ങളും സമുദ്രാതിർത്തി കടക്കും മുമ്പേ വെടിവെച്ചിടുന്നുണ്ട്. അതിനാൽ തന്നെ പ്രതിരോധ ശബ്ദങ്ങൾ പോലും രാജ്യാതിർത്തിയിലേക്ക് കടക്കില്ല. ഖത്തർ സായുധസേനയ്ക്കൊപ്പം നിരവധി ഡ്രോണുകളും മിസൈലുകളും ഈ യുദ്ധവിമാനങ്ങളും ഇതിനോടകം വെടിവെച്ചിട്ടിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളെ കൂടാതെ കരയിൽ പ്രതിരോധം തീർക്കുന്നതിനായി റോയൽ എയർഫോഴ്സിന്റെ റെജിമെന്റ് ഗണ്ണർമാരെയും ബ്രിട്ടൻ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 7 ഡ്രോണുകളെ RAF വിജയകരമായി വെടിവെച്ചിട്ടു. അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനമുള്ള HMS ഡ്രാഗൺ യുദ്ധക്കപ്പൽ കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിൽ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ വിന്യസിച്ചു. ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ബ്രിട്ടീഷ് വൈൽഡ് കാറ്റ് ഹെലികോപ്റ്ററുകളും നിരീക്ഷണത്തിനായി രംഗത്തുണ്ട്. മേഖലയിലെ ബ്രിട്ടീഷ് പൗരന്മാരെയും സഖ്യരാജ്യങ്ങളെയും സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിന്യാസമാണ് ബ്രിട്ടൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.